ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ഡെക്കറേറ്റീവ് ഫ്ലവറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ കാണാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരേ നീളവും വീതിയുള്ള ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം അത് കോണായിട്ട് മടക്കുക. വീണ്ടും അതിനെ കോണായിട്ടല്ല കേട്ടോ, സൈഡായിട്ട് തന്നെ കോണിലേക്ക്, ഇപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മടക്കുക. വീണ്ടും അത് ഒരു വട്ടം കൂടെ മടക്കിയതിന് ശേഷം ഇത് മുകളിൽ കാണുന്ന ബാക്കി ഭാഗം എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കളയുക. വീണ്ടും അത് പഴയ പോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക, ഒരു വട്ടം പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഇതളുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇതൾ ചെയ്യാൻ വേണ്ടി ഇത് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. പയ്യെ ഇത് മൊത്തമായിട്ട് ഷേപ്പാക്കി നമ്മളിത് ഇതളുകളെല്ലാം റെഡിയാക്കി സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ നിവർത്തി എടുത്തു കഴിഞ്ഞാൽ അത് ഇതുപോലെയുള്ള പൂവിൻ്റെ ഒരു ഭാഗം റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇതളും ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു 2-3 വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. റെഡി ആയി കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ മടക്കിയെടുക്കുക. 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പശ വെച്ചിട്ട് ഇതുപോലെ മടക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം രണ്ടാമത്തെ എടുത്തിട്ട് അത് പകുതി മാത്രം ചെയ്തിട്ട് അതിങ്ങനെ ഒരു കോണ് പോലെ ആക്കിയിട്ട് മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പശ വെച്ചിട്ട് നേരത്തെ ചെയ്തത് അതിൻ്റെ ഉള്ളിലാക്കി വെക്കുക. എന്നിട്ട് പയ്യെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഇല ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ നീളമുള്ളൊരു ഇലയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ച കളറുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇലയുടെ ആകൃതിയിൽ വരച്ചതിന് ശേഷം ഇത് ഇങ്ങനെ മുറിച്ചെടുത്തു. പിന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം വീണ്ടും ഇനി നമുക്കതിൻ്റെ സ്റ്റെം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇത് ഗ്രീൻ കളർ പേപ്പർ എടുത്തു. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ റോൾ എടുത്തതിന് ശേഷം പശ വെച്ച് ഒട്ടിച്ചു. മുകളിലെയും താഴെയും ഭാഗം ചെറിയ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, പൂവിൻ്റെ താഴെയായിട്ട് ഒരു പച്ചപ്പ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ റെഡ് കളർ ഫ്ലവർ എങ്ങനെയാണോ മടക്കിയത് അതുപോലെ തന്നെ മടക്കി നമ്മൾ എന്ത് ചെയ്യുക, അതും ഇതുപോലെ ഒരു പൂവിൻ്റെ ആകൃതിയിൽ മുറിച്ചെടുക്കുക. ഫ്രണ്ട്സ്, ഇതേ നമ്മളിത് മുഴുവനായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പക്ഷേ ഇത് ഒന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും പുറത്ത് കുറച്ചുകൂടെ പശ വെച്ച് ഒട്ടിച്ചിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ ആ പൂവിന് ചുറ്റും ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ സ്റ്റെം എടുക്കുക. സ്റ്റെം എടുത്തതിന് ശേഷം മുകളിലായിട്ട് ഇതേ 2-3 കട്ടിട്ടതിന് ശേഷം അത് വിടർത്തി അതിൽ പശ തേക്കുക. പശ തേച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫ്ലവറില്ലേ അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പൂവ് ഇവിടെ റെഡിയാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്ത് വെച്ച ഇല എടുത്തിട്ട് അതിൻ്റെ നടുക്കിലായിട്ട് കുറച്ച് പശ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പശ തേച്ചിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ പൂവ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. താങ്ക് യു.